മോസ്കോ നഗരത്തിന്റെ ആകാശത്തെ റഷ്യ ഒരു അദൃശ്യമായ ഇരുമ്പ് കോട്ടയായി മാറ്റിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യുക്രൈനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണങ്ങളെ പൂർണ്ണമായും പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യൻ തലസ്ഥാന നഗരിയിൽ അഭൂതപൂർവമായ രീതിയിൽ വൻതോതിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കുന്നത്. റഷ്യയുടെ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. യുദ്ധരംഗത്ത് സാങ്കേതിക വിദ്യയുടെ വികാസം എങ്ങനെയാണ് പ്രതിരോധ തന്ത്രങ്ങളെ മാറ്റിമറിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് മോസ്കോയിൽ നിന്നുള്ള പുതിയ വാർത്തകൾ. മോസ്കോയിലെ പ്രശസ്തമായ നോർത്ത് സ്റ്റാർ ടവർ എന്ന ആകാശചുംബിയുടെ മുകളിലേക്ക് റഷ്യയുടെ കൂറ്റൻ മിൽമി 26 ഹെലികോപ്റ്റർ പറന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററുകളിലൊന്നായ Mi-26 ഉപയോഗിച്ച് കെട്ടിടത്തിന് മുകളിലേക്ക് ഒരു അത്യാധുനിക ആയുധ സംവിധാനം ഉയർത്തിവെക്കുന്ന കാഴ്ച ഏതൊരു ഹോളിവുഡ് ചിത്രത്തെയും വെല്ലുന്നതായിരുന്നു. നഗരമധ്യത്തിലെ ഒരു വൻകിട വാണിജ്യ സമുച്ചയത്തിന്റെ മുകളിലേക്ക് ഇത്തരമൊരു മിലിറ്ററി ഓപ്പറേഷൻ നടത്തുന്നത് റഷ്യയുടെ അതീവ ജാഗ്രതയെയാണ് കാണിക്കുന്നത്. റഷ്യൻ സൈന്യം എത്രത്തോളം ഗൗരവത്തോടെയാണ് തലസ്ഥാന നഗരിയുടെ സുരക്ഷയെ കാണുന്നത് എന്നതിന് അടിവരയിടുന്നതായിരുന്നു ഈ ദൃശ്യങ്ങൾ. ഇത്തരത്തിൽ കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ചത് റഷ്യയുടെ ഏറ്റവും പുതിയ പാൻസർ SMDE എന്ന എയർ ഡിഫൻസ് സിസ്റ്റമാണ്. റഷ്യയുടെ പക്കലുള്ള മുൻകാല പാൻസർ സംവിധാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തവും വിപ്ലവാത്മകവുമായ മാറ്റങ്ങളോടെയാണ് ഈ പുതിയ പതിപ്പ് രംഗത്തിറക്കിയിരിക്കുന്നത്. പരമ്പരാഗതമായി ഇത്തരം പ്രതിരോധ സംവിധാനങ്ങളിൽ കാണാറുള്ള കാനറുകൾ അഥവാ ഓട്ടോമാറ്റിക് തോക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ഇതിന്റെ രൂപകൽപ്പന. ഈ വ്യത്യാസം തന്നെയാണ് പുതിയ സിസ്റ്റത്തെ സൈനിക നിരീക്ഷകർക്കിടയിൽ സവിശേഷമാക്കുന്നത്. തോക്കുകൾക്ക് പകരം പൂർണ്ണമായും മിനി മിസൈലുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പാൻസർ SMDE നിർമ്മിച്ചിരിക്കുന്നത്. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും മാരക പ്രഹരശേഷിയുള്ള ഈ ചെറു മിസൈലുകൾക്ക് അതിവേഗത്തിൽ വരുന്ന ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയും. ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് തൊടുത്തുവിടാൻ കഴിയുന്ന രീതിയിലാണ് ഇതിന്റെ മിസൈൽ ലോഞ്ചറുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള വ്യോമാക്രമണങ്ങളെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കാൻ ഈ മിസൈൽ കൂട്ടത്തിന് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സമീപകാലത്തായി യുക്രൈൻ സൈന്യം റഷ്യൻ നഗരങ്ങളെ ലക്ഷ്യമിട്ട് നടത്തുന്ന വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നതാണ് ഈ ആയുധത്തിന്റെ പ്രധാന ചുമതല. നൂറുകണക്കിന് ഡ്രോണുകൾ ഒന്നിച്ചു പറന്നു വരുന്ന ഡ്രോൺ സ്വാം ആക്രമണ തന്ത്രമാണ് യുക്രൈൻ ഇപ്പോൾ പയറ്റുന്നത്. പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഇത്തരം കൂട്ടത്തോടെയുള്ള ഡ്രോൺ ആക്രമണങ്ങൾക്ക് കഴിയും. ഈ ഭീഷണിയെ കൃത്യമായി നേരിടാനാണ് മിനി മിസൈലുകൾ നിറഞ്ഞ പുതിയ പാൻസർ പതിപ്പ് റഷ്യ രംഗത്തിറക്കിയിരിക്കുന്നത്. വലിയ വിമാനങ്ങളെയോ ദീർഘദൂര മിസൈലുകളെയോ നേരിടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് താഴ്ന്നു പറക്കുന്ന ചെറു ഡ്രോണുകളെ കണ്ടെത്തുകയും തകർക്കുകയും ചെയ്യുക എന്നത്. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറക്കാൻ കഴിയുന്ന ഇത്തരം ഡ്രോണുകളെ വേട്ടയാടാൻ പ്രത്യേകമായി ഒപ്റ്റിമൈസ് ചെയ്ത സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വായുവിൽ വെച്ച് തന്നെ ഡ്രോണുകളെ ഒന്നൊന്നായി കണ്ടെത്തി കഷ്ണങ്ങളാക്കി മാറ്റാൻ ഈ വ്യൂഹത്തിന് കഴിയും. ശത്രുവിന്റെ ഒരൊറ്റ ഡ്രോൺ പോലും മോസ്കോയുടെ മണ്ണിൽ പതിക്കില്ലെന്ന് ഉറപ്പാക്കുകയാണ് റഷ്യയുടെ തന്ത്രം. ഇത്തരത്തിലുള്ള 100-ലധികം പ്രതിരോധ സംവിധാനങ്ങളാണ് ഇപ്പോൾ മോസ്കോ നഗരത്തിനു ചുറ്റും റഷ്യൻ സൈന്യം വിന്യസിച്ചിരിക്കുന്നത്. നഗരത്തിലെ പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, ഉയർന്ന കെട്ടിടങ്ങൾ എന്നിവയുടെ മുകളിലെല്ലാം ഈ ആയുധങ്ങൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഒരു നഗരത്തെ പൂർണ്ണമായും ഇത്രയധികം വ്യോമ പ്രതിരോധ ആയുധങ്ങളാൽ മൂടുന്നത് ആധുനിക യുദ്ധചരിത്രത്തിൽ തന്നെ അപൂർവമായ സംഭവമാണ്. ഇത് മോസ്കോയെ ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ഒരു നഗര കോട്ടയാക്കി മാറ്റിയിരിക്കുകയാണ്. സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മോസ്കോ നഗരത്തെ ഒരു അദൃശ്യ ഇരുമ്പ് കോട്ടയാക്കി മാറ്റാൻ വ്ളാഡിമിർ പുടിൻ നേരിട്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ക്രെംലിൻ കൊട്ടാരത്തിന് നേരെയും പുടിന്റെ ഔദ്യോഗിക വസതികൾക്ക് സമീപവും നേരത്തെ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയത് റഷ്യയെ ഞെട്ടിച്ചിരുന്നു. ഇതിനുശേഷമാണ് തലസ്ഥാന നഗരിയുടെ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന കടുത്ത നിലപാടിലേക്ക് റഷ്യൻ ഭരണകൂടം എത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് അതീവ രഹസ്യ സ്വഭാവമുള്ള ആയുധങ്ങൾ പോലും പരസ്യമായി വിന്യസിക്കാൻ തുടങ്ങിയത്. യുക്രൈൻ യുദ്ധം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും യുദ്ധത്തിന്റെ തീവ്രത റഷ്യൻ തലസ്ഥാനത്തേക്ക് കൂടി വ്യാപിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. യുക്രൈനിലെ കീയവ് അടക്കമുള്ള നഗരങ്ങളെ തകർക്കാൻ റഷ്യ വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ തിരിച്ചു മോസ്കോയിലേക്ക് ഉണ്ടാകാനിടയുള്ള തിരിച്ചടികളെ റഷ്യൻ സൈന്യം മുൻകൂട്ടി കാണുന്നു. കിയവിൽ വലിയൊരു സൈനിക മുന്നേറ്റത്തിന് റഷ്യ ഒരുങ്ങുന്നതായും അതിനു മുന്നോടിയായുള്ള സുരക്ഷാ മുൻകരുതലാണിതെന്നും
അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. സാധാരണയായി ഇത്തരം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ ട്രക്കുകളിലോ സൈനിക വാഹനങ്ങളിലോ ആണ് സ്ഥാപിക്കാറുള്ളത്. എന്നാൽ നഗരപ്രദേശങ്ങളിൽ കെട്ടിടങ്ങളുടെ ഉയരം കാരണം താഴെ നിന്നുള്ള റഡാർ ദൃശ്യങ്ങൾക്ക് പരിമിതികൾ ഉണ്ടാകാം. ഈ പോരായ്മ പരിഹരിക്കാനാണ് ഉയർന്ന കെട്ടിടങ്ങളുടെ മുകളിലേക്ക് ഇവ മാറ്റാൻ റഷ്യൻ സൈന്യം തീരുമാനിച്ചത്. കെട്ടിടങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കുന്നതിലൂടെ കൂടുതൽ ദൂരത്തിലുള്ള ശത്രു ലക്ഷ്യങ്ങളെ വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ റഡാറുകൾക്ക് സാധിക്കും.